2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഡാറ്റ വിശകലനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ബിസിനസ് രംഗത്തെ പ്രമുഖനും ഡാറ്റ അനലിസ്റ്റുമായ ടോണി തോമസ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, നിസാൻ, ജനറൽ ഇലക്ട്രിക്സ് തുടങ്ങിയ ആഗോള കമ്പനികളിൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവചനം ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേവലം രാഷ്ട്രീയ നിരീക്ഷണമല്ല, മറിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചാണ് അദ്ദേഹം UDFന്റെ വിജയം പ്രവചിക്കുന്നത്. 1995 മുതൽ കേരളത്തിൽ നടന്നിട്ടുള്ള 7 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെയും അതിന് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ടോണി തോമസ് തന്റെ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. 1995-ൽ ഇടതുമുന്നണി തദ്ദേശ തലത്തിൽ വലിയ വിജയം നേടിയപ്പോൾ തൊട്ടടുത്ത വർഷം 80 സീറ്റുകൾ നേടി അവർ നിയമസഭയിൽ അധികാരത്തിലെത്തി. 2000-ൽ UDF തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ 2001-ൽ 99 സീറ്റുകൾ നേടിയാണ് അവർ അധികാരം പിടിച്ചത്. ഈ ഒരു കൃത്യമായ ട്രെൻഡ് ലൈൻ കേരള രാഷ്ട്രീയത്തിൽ എന്നും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി സമർത്ഥിക്കുന്നു. 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഇരു മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2011-ൽ കേവലം 2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിലെത്തിയത്. 2015-ലും 2020-ലും ഇടതുമുന്നണി തദ്ദേശ തലത്തിൽ വൻ മുന്നേറ്റം നടത്തിയതിന്റെ പ്രതിഫലനമായിരുന്നു 2016-ലെയും 2021-ലെയും LDF വിജയങ്ങൾ. ഈ ചരിത്രപരമായ വസ്തുതകൾ മുൻനിർത്തി നോക്കുമ്പോൾ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച മേൽക്കൈ 2026-ൽ വലിയൊരു മാറ്റത്തിന് വഴിവെക്കുമെന്നാണ് ടോണി തോമസ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് 2026-ൽ UDF 75 മുതൽ 90 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തും. ഇടതുമുന്നണിക്ക് 50 മുതൽ 65 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം BJPയുടെ വളർച്ചയാണ്. 1 മുതൽ 5 സീറ്റുകൾ വരെ നേടി NDA നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും ഈ ഡേറ്റ അനലിസ്റ്റ് പ്രവചിക്കുന്നു. നിലവിൽ UDFന് അനുകൂലമായ ഒരു വമ്പൻ തരംഗം സംസ്ഥാനത്ത് കാണാനില്ലെങ്കിലും സർക്കാരിനോടുള്ള ഒരുതരം മടുപ്പും വിരക്തിയും ജനങ്ങൾക്കിടയിലുണ്ട്. ഇതിനെയാണ് അദ്ദേഹം പ്രോബബിലിറ്റി ഓഫ് ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യത ഏകദേശം 60%. എന്നാൽ വരുമാസങ്ങളിൽ UDFന് അനുകൂലമായ ഒരു തരംഗം ആഞ്ഞടിച്ചാൽ അവരുടെ സീറ്റ് നില 95 വരെ ഉയരാനും ഇടതുമുന്നണി വെറും 40 സീറ്റുകളിലേക്ക് ഒതുങ്ങാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇടതുപക്ഷത്തിന് ഒരു തുടർച്ചയായ 3ാം ഭരണം ലഭിക്കാനുള്ള സാധ്യത വെറും 15 മുതൽ 20% മാത്രമാണ്. അത് സംഭവിക്കണമെങ്കിൽ പ്രതിപക്ഷ നിരയിൽ വലിയ പിളർപ്പുകൾ ഉണ്ടാവുകയോ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFന് ഗുരുതരമായ പാളിച്ചകൾ സംഭവിക്കുകയോ വേണമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാന ഘടകം BJPയുടെ വോട്ട് വിഹിതമാണ്. BJP കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുകയും അത് UDFന്റെ വോട്ട് ബാങ്കുകളെ ബാധിക്കുകയും ചെയ്താൽ മാത്രമേ ഇടതുമുന്നണിക്ക് നേരിയ പ്രതീക്ഷയെങ്കിലുമുള്ളൂ. എന്നാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് പരിശോധിച്ചാൽ ജനവികാരം നിലവിലെ സർക്കാരിന് എതിരാണെന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ ചായ്വുകൾക്കപ്പുറം ഡേറ്റയെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വിദഗ്ധൻ നടത്തുന്ന ഈ പ്രവചനം ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയും UDFന് വലിയ ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. 2026-ലെ കേരളത്തിന്റെ രാഷ്ട്രീയ മാപ്പിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ടോണി തോമസിന്റെ ഈ വിശകലനം.